ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. അപ്പോൾ ക്രീപ്പ് പേപ്പർ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ബ്ലൂ ക്രീപ്പ് പേപ്പറാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ രണ്ട് രീതിയിൽ ഫ്ലവർ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ രീതിയിൽ കാണിക്കുന്ന അളവെടുത്തിട്ടാണ്. അത് ലെങ്ത്തും വിഡ്ത്തും 6 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൂവിന് വലിപ്പം കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ അതനുസരിച്ച് സെൻറ്റിമീറ്ററുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ ലെങ്ത്തും വിഡ്ത്തും ഒരേപോലെ ആയിരിക്കണം എന്ന് മാത്രം. അതിനുശേഷം ഇത് കോണോട് കോൺ മടക്കിയിട്ട്, വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, കോണോട് കോൺ മടക്കിയിട്ട് പിന്നെ 2 സൈഡിലേക്ക് മടക്കണം. എന്നിട്ട് ഒരു എതളിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്ത് അത് കത്രിക കൊണ്ട് വെട്ടിയെടുക്കണം. അങ്ങനെയാണ് ആദ്യത്തെ പൂ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പൂവിൻ്റെ ഷേപ്പ് അവിടെ കിട്ടി അല്ലേ. പൂവിൻ്റെ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞ് ഒരെതൾ കട്ട് ചെയ്ത് കൊടുത്ത് ഫെവിക്കോൾ തേച്ച് കൊടുത്ത് മറ്റേ ഇതള് ഇതായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു ഫ്ലവർ കിട്ടി. അപ്പം എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു ഞാൻ കമ്മലൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ആ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ് ഒരു ചെറിയ സിൽവർ കളർ മുത്ത്. അത് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തു മാത്രം. ഈ രണ്ടാമത്തെ രീതിയാണ് അടുത്തത് കാണിക്കുന്നത്. അത് വെറുതെ പൂവിൻ്റെ ഒരു ചിത്രം വരച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ പൂവിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തതിന് ശേഷം 2 ഇതളുകൾക്കിടയിൽ മുറിച്ച് കൊടുത്ത് നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ ഫെവിക്കോള് ഒട്ടിച്ച് മുകളിൽ ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ നമുക്ക് പൂവിൻ്റെ ഷേപ്പ് ഇവിടെയും കിട്ടി. അതിനുശേഷം ഞാൻ ആ സിൽവർ മുത്ത് ഇതിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പൂ ഉണ്ടാക്കിയതിന് ശേഷം അടുത്തത് മൊട്ടുണ്ടാക്കാം. മൊട്ടോ അല്ലെങ്കിൽ വിരിഞ്ഞ് വരുന്ന ഒരു പൂവൊക്കെ ആയിട്ട് സങ്കല്പിക്കാം നമുക്ക്. ഇതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളാണ്. അപ്പം നമ്മൾ പൂവും മൊട്ടും ഒക്കെ ഉണ്ടാക്കി അതിന് ശേഷം നമ്മൾ അതൊന്ന് കണക്ട് ചെയ്യേണ്ട ഒരു സ്റ്റെമ്മിലേക്ക്. അപ്പോൾ നമ്മൾ അലുമിനിയം വയറാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം വയർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള അലുമിനിയം വയറും വളരെ തിന്നായിട്ടുള്ള അലുമിനിയം വയറും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അലുമിനിയം വയർ നമുക്ക് വേണ്ട അളവിൽ മുറിച്ചെടുത്തതിന് ശേഷം ഫ്ലോറൽ ടേപ്പ് കൊണ്ട് നമുക്കതൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തിക്കായിട്ടുള്ള അലുമിനിയം വയറിലേക്ക് തിന്നായിട്ടുള്ള അലുമിനിയം വയർ നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സങ്കല്പിച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്ത് സ്റ്റെമ്മിൽ ബ്രാഞ്ചസ് വരുന്നതാണ്. നമുക്ക് അധികം ഫെവിക്കോളും അങ്ങനത്തെ ഒന്നും തന്നെ ആവശ്യമില്ല. ഈ ഫ്ലോറൽ ടേപ്പിന് തന്നെ ജസ്റ്റ് ഒരു പശയുണ്ട്. അപ്പോൾ അത് ചുറ്റി കൊടുത്താൽ മതിയാവും. ഇനി അത്യാവശ്യം ബലത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഫെവിക്കോള് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ പശ യൂസ് ചെയ്യുമ്പോൾ കയ്യിലാവും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പശയുടെ ആവശ്യമില്ല ശരിക്കും ഇതിന്. അപ്പം നമ്മുടെ പൂ വച്ച് കൊടുക്കാനുള്ള സ്റ്റെമ്മൊക്കെ റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ, പൂ വച്ച് കൊടുക്കാനായിട്ട്. അതിൽ നമുക്ക് ഓരോ ബ്രാഞ്ചസിലായിട്ട് നമുക്ക് പൂ ഒട്ടിച്ച് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചില കുട്ടികൾക്ക് ക്രാഫ്റ്റിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ അവരുടെ ഒരു പ്രായം വച്ചിട്ട് അവർക്ക് വലിയ ക്രാഫ്റ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ആണെങ്കിൽ അവരുണ്ടാക്കി കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഇരുത്തി ചെയ്യിപ്പിച്ചൊക്കെ അവർക്കും ഇൻട്രസ്റ്റ് കൂടും ഇതിനോടൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ.